DLED ഗുരുവിലേക്ക് ഏവർക്കും സ്വാഗതം. 2024-26 DLED നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഓൺലൈനായിട്ടായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്നത് എന്നാണ് നമ്മളടുത്ത് എല്ലാവരും DDOVCകാർ പറഞ്ഞിരുന്നത്. ഈ വർഷം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമുക്കറിയാം, ഇപ്പം നമുക്ക് DDOVCിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഈ വർഷം കൂടി ഓഫ്ലൈനായിട്ടായിരിക്കും അപേക്ഷ സ്വീകരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപേക്ഷിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ടോ ഒന്നെങ്കിൽ തപാൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് DDOVCിൽ നേരിട്ട് ചെന്നോ അപേക്ഷിക്കാവുന്നതാണ്. DLED കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ നിങ്ങൾ ഈ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മളൊരു ഡീറ്റെയിൽ തരാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കറിയാം, ആ പേജ് എടുക്കുമ്പോഴത്തേക്ക് പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്ന റവന്യൂ ജില്ല, അതെന്താണ് നിങ്ങളുടെ ജില്ല. അതായത് ഇപ്പം കൊല്ലം ആണെങ്കിൽ കൊല്ലം, അല്ല ഇതിപ്പം മലപ്പുറം ആണെങ്കിൽ മലപ്പുറം, പാലക്കാടാണെങ്കിൽ പാലക്കാട്, നിങ്ങളുടെ ജില്ല. നിങ്ങൾ ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടേണ്ടത് എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. നിങ്ങൾ താമസിക്കുന്ന ജില്ല ചിലപ്പം ഇപ്പോൾ കൊല്ലമായിരിക്കും, കൊല്ലം ഉള്ളവർക്ക് ചിലപ്പം തിരുവനന്തപുരം ആയിരിക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തിരുവനന്തപുരം വെക്കാം, അല്ലാതെ നിങ്ങളുടെ ജില്ലയല്ലേ വെക്കേണ്ട, പ്രവേശനം നേടുവാനായിരിക്കുന്ന ജില്ലയാണ്. ഇപ്പോൾ രണ്ടാമത് പറയുകയാണെങ്കിൽ അപേക്ഷൻ്റെ പൂർണ്ണമായ പേരും മേൽവിലാസം, അതായത് നിങ്ങളുടെ പേരും മേൽവിലാസം നിങ്ങളുടെ അഡ്രസ്സും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതിലൊന്നും ഒരു തെറ്റും വരാൻ പാടില്ല. കാരണം എന്തെങ്കിലും തെറ്റ് വരുവാണെങ്കിൽ അത് പിന്നീട് പ്രശ്നമാകും. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അപ്പം ആദ്യമായി തന്നെ നിങ്ങൾ നിങ്ങളുടെ ജില്ല രേഖപ്പെടുത്തി, പിന്നെ നിങ്ങളുടെ പേരും മേൽവിലാസം. അപ്പം ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം വായിക്കാൻ പറ്റണം, കൃത്യമായ രീതിയിൽ വായിക്കാൻ പറ്റണം. ഇപ്പോൾ ചില ആൾക്കാരുടെ അക്ഷരമൊന്നും വായിക്കാൻ പറ്റത്തില്ല. അപ്പം അതൊന്നും പാടില്ല. നിങ്ങൾ നല്ല രീതിയിൽ എഴുതി തയ്യാറാക്കേണ്ടതാണ്. അപ്പം പിന്നീടുള്ള ജനന തീയതിയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ പ്രായം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അത് എഴുതുക. അതൊക്കെ പ്രായമൊന്നും അതൊന്നും ചില ആൾക്കാരൊക്കെ തെറ്റിച്ചെഴുതുന്നവരുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നോക്കിയിട്ട് കൃത്യമായ പ്രായമൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണോ അങ്ങനെയുള്ളതൊക്കെ അടുത്തതിൽ നിങ്ങൾ അവിടെ എഴുതി ചേർക്കേണ്ടതാണ്. പിന്നെ ജാതി മതം, ഇപ്പോൾ ഹിന്ദു നായരാണെങ്കിൽ നായർ, ഹിന്ദു നായരെന്ന് എഴുതണം. പിന്നീട് ഇപ്പോൾ ഹിന്ദു ഈഴവയാണെങ്കിൽ ഹിന്ദു ഈഴവ എന്ന് എഴുതണം. അതല്ല മുസ്ലിം ആണെങ്കിൽ അത് പിന്നെ നിങ്ങളുടെ ജാതി മതം ഏതാണെങ്കിലും നിങ്ങളവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ പട്ടികജാതി പട്ടികവർഗമാണെങ്കിൽ നിങ്ങൾക്ക് ഇതോടൊപ്പം നിങ്ങളൊരു സർട്ടിഫിക്കറ്റൊക്കെ വെക്കേണ്ടതാണ്. നിങ്ങൾ അതാണെന്നുള്ള തെളിയിക്കണം. അപ്പം നിങ്ങൾ SC/ST ആണെന്ന് തെളിയിച്ചാലല്ലേ അതിനുള്ള റിസർവേഷൻ കിട്ടും. അപ്പം അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ 8ാമത്തെ ഇതിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ വിമുക്ത ഭടനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണെങ്കിൽ ആണെന്നൊക്കെ പറയുക. പിന്നെ 9ാമത് വരുവാണെങ്കിൽ നിങ്ങൾ സർവീസിലിരിക്കുന്ന ജവാൻ്റെ ഭാര്യ മകനാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ അത് രേഖപ്പെടുത്തുക. പിന്നെ എന്ത് കാര്യവും വെക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്കിപ്പം NCC ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ NSS ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിമുക്ത ഭടൻ്റെ മകളാണെങ്കിൽ നിങ്ങൾ അതിനുള്ള അത് തെളിയിക്കുന്ന എന്തെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കേണ്ടതാണ്. കോപ്പിയാണ് വെക്കേണ്ടത്. പിൻ ചെയ്ത് ഇതിൻ്റെ കൂടെ ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ വെക്കേണ്ടതാണ്. അല്ലാതെ ഒറിജിനൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പം നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ SSLC സർട്ടിഫിക്കറ്റൊക്കെ ഇതിൻ്റെ അകത്ത് ഒരിക്കലും പിൻ ചെയ്ത് വെക്കല്ല. അങ്ങനെ മണ്ടത്തരമൊന്നും ആരും കാണിക്കല്. നിങ്ങൾ അതിൻ്റെ കോപ്പികളാണ് ഇതിൻ്റെ അകത്ത് വെക്കേണ്ടത്. ഒറിജിനൽ നിങ്ങൾ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പം അവിടെ അവർ ചോദിക്കും, ഇന്നതൊക്കെ വേണം, SSLC സർട്ടിഫിക്കറ്റ് വേണം, +2 വേണം, പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അതൊക്കെ പറയുമ്പം അവിടെയാണ് നമ്മൾ ഒറിജിനൽ കൊടുക്കേണ്ടത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരിക്കലും ഒറിജിനൽ വെക്കല്. പിന്നെ അടുത്തതായിട്ട് പറയേണ്ടത് അപേക്ഷേൻ്റെ മാതൃഭാഷയെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. അത് മലയാളമായിരിക്കാം. അതാണെങ്കിൽ അത് എഴുതുക, മലയാളം എന്ന് എഴുതുക. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത +2ൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടതുണ്ട്. പിന്നെ യോഗ്യതാ പരീക്ഷ വിജയിക്കാൻ എടുത്ത ചാൻസ് 1 ആണെങ്കിൽ 1, ചിലർ 2 ആയിരിക്കാം, 2 എഴുതുക. 1 ആണെങ്കിൽ 1 എഴുതുക. പിന്നെ മറ്റ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരം ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അതായത് നിങ്ങളിപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ +2 ആണല്ലോ. TTC DLEDൻ്റെ ക്വാളിഫിക്കേഷൻ +2 ആണ്. അപ്പം നിങ്ങളിപ്പം ഇതിന് ശേഷം വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഡിഗ്രി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്, എഴുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു വെയിറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ട്. അവസാന നിമിഷത്തിലൊക്കെ സ്പോട്ടൊക്കെ വരുമ്പോൾ ചിലർക്ക് അഡ്മിഷനൊന്നും കിട്ടാതെ വരുമ്പോഴത്തേക്ക്, സ്പോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു വെയിറ്റേജ് കിട്ടിയെന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മിസ്സാവല്ല്.
പിന്നീട് വരുവാണെങ്കിൽ നിങ്ങൾക്കറിയാം +2ൻ്റെ മാർക്കും ഗ്രേഡും എല്ലാം നിങ്ങളിവിടെ എഴുതി ചേർക്കേണ്ടതാണ്. അപ്പോൾ അതൊന്നും +2ൻ്റെ മാർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിന് ഡിഗ്രിയുടെ മാർക്കൊന്നും ഇവർ പരിഗണിക്കുന്നതല്ല. അപ്പം +2ൻ്റെ മാർക്കും നിങ്ങളുടെ ഗ്രേഡും എല്ലാം കൃത്യമായിട്ട് തെറ്റാതെ തന്നെ രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പരീക്ഷാ ബോർഡ്, യൂണിവേഴ്സിറ്റിയുടെ പേര് ഒക്കെയാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി ബോർഡ് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി ചേർക്കേണ്ടതാണ്. പിന്നെ ഭിന്നശേഷിക്കാരനാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരനാണെങ്കിൽ ആണെന്ന് എഴുതുക. പിന്നെ അതിൻ്റെ പകർപ്പ് വെക്കേണ്ടതാണ്. പിന്നെ അപേക്ഷകൻ NCC കേഡറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ NCC കേഡറ്റ് ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കോപ്പി വെക്കുക, അത് സാക്ഷ്യപ്പെടുത്തുന്ന കോപ്പി വെക്കുക. പിന്നെ കലാകായിക മത്സരങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കലോത്സവത്തിന് പോയി സ്റ്റേറ്റിൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ജില്ലയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് എഴുതുക. എന്നിട്ട് അതിൻ്റെ കോപ്പി നിങ്ങൾ വെക്കേണ്ടതാണ്. പിന്നെ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ അപേക്ഷകൻ സ്പോർട്സ് കോട്ടയിലുള്ളതാണോ അതൊക്കെ നിങ്ങൾ ആണെന്ന് തന്നെ പറയുക. പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് NCC NSS വോളണ്ടിയർ ആണോ അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആണെന്ന് പറയുക. ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ ഇത് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ തെറ്റാതെ തന്നെ ഫില്ല് ചെയ്യുക. ഒരു രീതിയിലും തെറ്റുകളൊന്നും വരുത്താൻ പാടില്ല. പിന്നെ ഈ 24ാമത് പറഞ്ഞേക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് നിങ്ങൾ വെക്കാൻ താല്പര്യപ്പെടുന്നത്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വെക്കാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് ഇവിടെ 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ നമ്പറിട്ട് എവിടെ എഴുതാം. ചെറിയ രീതിയിൽ എഴുതിയാലായിരിക്കും അവിടെ സ്പേസ് കിട്ടുന്നത്. കുറച്ചേ സ്ഥലം കൊടുത്തിട്ടുള്ളൂ, അവിടെ നിങ്ങൾ എഴുതി ചേർക്കാൻ ശ്രമിക്കുക. അതല്ല നിങ്ങൾക്ക് തികയുന്നില്ലെങ്കിൽ വേറൊരു വൈറ്റ് ഷീറ്റ് എടുത്ത് ഇതിൻ്റെ കൂടെ നല്ല വൃത്തിയായിട്ട് എഴുതി പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ്റെ അവസാന ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഓരോ ജില്ലയും ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 8 ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 3 ഗവൺമെൻറ്റും 2 എയ്ഡഡും 3 എയ്ഡഡ് മൈനോറിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഗവൺമെൻറ് കിട്ടുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതല്ല മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ എയ്ഡഡ് ആയിരിക്കും, ചിലപ്പോൾ എയ്ഡഡ് മൈനോറിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് ആയിരിക്കും. ഇപ്പം നമ്മളിത് ഗവൺമെൻറ്റും എയ്ഡഡ് മൈനോറിറ്റിയും എയ്ഡഡും ഉള്ള നോട്ടിഫിക്കേഷനാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മാർക്ക് വളരെ കുറവാണ്, അല്ലെങ്കിൽ മാർക്കിപ്പം ബുദ്ധിമുട്ടാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെക്കുക. അപ്പം ഗവൺമെൻറ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം സെൽഫ് ഫിനാൻസിങ് ദയവ് ചെയ്ത് നിങ്ങൾ അയയ്ക്കുക. നിങ്ങൾക്ക് DLED പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സെൽഫ് ഫിനാൻസിങ് അയയ്ക്കുക. അതല്ല എനിക്ക് ഗവൺമെൻറ് കിട്ടും, എനിക്ക് 90% ഉണ്ട്, കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കല്ലേ. അപ്പം ചിലപ്പം കിട്ടിയേക്കാം, ചിലപ്പം കിട്ടാതിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെൽഫ് ഫിനാൻസും അയയ്ക്കുക. അപ്പം നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ കോഡ് ഫീസ് സ്റ്റാമ്പൊക്കെ പതിപ്പിച്ച് 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പൊക്കെ പതിപ്പിച്ചാണ് നമ്മൾ അയക്കേണ്ടത്. അപ്പം എയ്ഡഡ് മൈനോറിറ്റി ആകുമ്പോഴത്തേക്കും നമുക്ക് ആപ്ലിക്കേഷൻ പ്രത്യേകം ആ കോളേജിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ്റിൻ്റെ എയ്ഡഡിൻ്റെയാണ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ DD ഓഫീസിൽ നേരിട്ട് പോയി സമർപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ തപാൽ വഴി അയക്കേണ്ടത്. എയ്ഡഡ് മൈനോറിറ്റി ആകുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പ്രത്യേകമായിട്ടാണ് ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ CFTT കൊട്ടിയ അവിടെ അത് എയ്ഡഡ് മൈനോറിറ്റിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പോയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ പ്രത്യേകം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവർ അവിടെ ചെന്ന് നിങ്ങൾ സന്ദർശിക്കണം എന്ന് അവരപ്പോൾ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പറയും. അല്ലാതെ ഗവൺമെൻറ് എയ്ഡഡ് ആകുമ്പോൾ നമുക്ക് ഒരേ ആപ്ലിക്കേഷനിൽ നമുക്ക് സമർപ്പിക്കുന്നതാണ്. പിന്നെ സെൽഫ് ഫിനാൻസിങ് വേറെ ആപ്ലിക്കേഷനായിട്ട് കൊടുക്കണം. ഓക്കെ. പിന്നെ ഈ എയ്ഡഡ് മൈനോറിറ്റിയും പ്രത്യേകമാണ്. അപ്പം ഗവൺമെൻറ് എയ്ഡഡ് ഒരു ആപ്ലിക്കേഷനാണ്, സെൽഫ് ഫിനാൻസിങ് വേറെ ആപ്ലിക്കേഷനാണ്, എയ്ഡഡ് മൈനോറിറ്റി വേറെ ആപ്ലിക്കേഷനാണ്. അപ്പം പിന്നെ കൊല്ലം ജില്ലയിലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ TTA കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 എണ്ണം ഗവൺമെൻറ് ഉണ്ട്, ഒരു ഡയറ്റും ഉണ്ട്, പിന്നെ ഗവൺമെൻറ് TTA ഉണ്ട്. പിന്നെ 3 എയ്ഡഡും കൊടുത്തിട്ടുണ്ട്, പിന്നെ 3 എയ്ഡഡ് മൈനോറിറ്റിയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇപ്പം ഏത് ജില്ല നോക്കണം, ആലപ്പുഴയാണെങ്കിലും കോട്ടയമാണെങ്കിലും എറണാകുളം ആണെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് TTA നമുക്ക് കാണാവുന്നതാണ്. ഇവിടെയൊക്കെ 50ഉം 30ഉം ഒക്കെ സീറ്റുകൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം തീർച്ചയായിട്ടും ടൈറ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷനായിരിക്കും അഡ്മിഷൻ കിട്ടാൻ. +2ൻ്റെ മാർക്ക് നോക്കിയിട്ടാണ്. അപ്പം എല്ലാവരും മാക്സിമം എടുത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മാർക്ക് ഒരുപാട് 90 ഉണ്ടെന്ന് പറഞ്ഞിരുന്നിട്ട് ആ 90 ഇല്ല എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട. ചിലപ്പം കിട്ടിയില്ലെങ്കിലോ. അപ്പം നിങ്ങൾക്കൊരു B പ്ലാനും കൂടെ വേണം, കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം.
പിന്നീട് ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം വിദ്യാഭ്യാസ ഉപഡയറക്ടറിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ അവസാനത്തെ ഈ പേജിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് ഓരോ വിദ്യാഭ്യാസ ഉപഡയറക്ടറിൻ്റെയും നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരുടെ ഡ്യൂട്ടിയാണ് തീർച്ചയായിട്ടും എന്താണ് ഇത് DLN അപേക്ഷിക്കുന്ന ആൾക്കാരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ചിലപ്പോൾ അവർ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും ചോദിക്കുക. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അത് നമ്പർ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്കിപ്പോൾ നേരിട്ട് നിന്ന് ചോദിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം വീട് അടുത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ പോയി ചോദിക്കുക. അതല്ല നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഫോണിൽ കൂടെ ചോദിക്കുക. ഇതിനകത്ത് എല്ലാ ജില്ലയിലെയും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കി നിങ്ങൾ വിളിച്ച് ചോദിക്കുക. എന്താണ് സംശയം എന്ന് പറഞ്ഞാൽ അത് ചോദിക്കുക. പിന്നെ എന്താണ് ഇപ്പം ഒരുവിധപ്പെട്ട സംശയങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ തീർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതൊന്ന് ദയവ് ചെയ്ത് കൃത്യമായ രീതിയിൽ വായിച്ച് നോക്കുക. ഒരു മിസ്റ്റേക്കും വരുത്താതിരിക്കുക. പിന്നെ എന്താണ് നിങ്ങൾ ആപ്ലിക്കേഷൻ വന്നു അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ തന്നെ എനിക്ക് നാളെ തന്നെ ചെയ്തേ അടങ്ങുമെന്നിരിക്കില്ല. അറിയാം നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യല്. നിങ്ങൾ സാവകാശം വായിച്ചിട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ വെപ്രാളപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എന്താണ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.